ലോകം മുഴുവൻ ശ്വാസം അടക്കി പിടിച്ച് നോക്കുന്ന ഒരു കാഴ്ച. പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിമിഷം. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട മണിക്കൂറുകൾക്കകം ഹോർമൂസ് കടലിടുക്കിന്റെ ആഴങ്ങളിൽ നിന്നും പുറത്തു വന്ന ദൃശ്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുന്ന ആ വീഡിയോയിൽ കാണുന്നത് കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് വൻ ശക്തിയായ അമേരിക്കയുടെ പടക്കപ്പലിനെ നേർക്കുനേർ വെല്ലുവിളിക്കുന്ന ഇറാന്റെ കരുത്തായിരുന്നു. അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിനെ തടയുന്നതും പാത മാറ്റുവാൻ നിർബന്ധിക്കുന്നതും ഒടുവിൽ പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടത്. ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ അമേരിക്കൻ വൃത്തങ്ങൾ ഇന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിലെ ജലം ഇന്ന് പതിവിലും കൂടുതൽ ചൂട് പിടിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത. എണ്ണക്കപ്പലുകളുടെ സുഗമമായ യാത്രയെയും ലോക സമ്പദ് വ്യവസ്ഥയുടെ താളത്തെയും ബാധിക്കാൻ പോകുന്ന ഈ പോര് ഒരു വൻ യുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന് ലോകം ഭീതിയോടെ നോക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വെറുമൊരു സമുദ്രപാതയല്ല, മറിച്ച് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം ദിനം പ്രതി കടന്നുപോകുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവധാരയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോ ചലനവും ലോക തലസ്ഥാനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറാൻ പുറത്തുവിട്ട 60 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമുള്ളത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിലെ ഒരു കമാൻഡർ അമേരിക്കൻ കപ്പലിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നത് അതിൽ കേൾക്കാം. ഉടൻ ദിശ മാറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മടങ്ങണമെന്നും അല്ലാത്തപക്ഷം ആക്രമിക്കപ്പെടുമെന്നാണ് ആ സന്ദേശം. അന്താരാഷ്ട്ര നിയമപ്രകാരമാണ് തങ്ങളുടെ സഞ്ചാരമെന്ന് അമേരിക്കൻ ഭാഗം മറുപടി നൽകുന്നുണ്ടെങ്കിലും ഇത് അവസാന മുന്നറിയിപ്പാണ് എന്ന ഇറാന്റെ നിലപാടിന് മുന്നിൽ അവർക്ക് പിന്മാറേണ്ടി വന്നു എന്നാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ വിശദീകരണം തികച്ചും വ്യത്യസ്തമാണ്. തങ്ങളുടെ 2 യുദ്ധക്കപ്പലുകൾ ഹോർമൂസ് മേഖലയിൽ മൈൻ നീക്കം ചെയ്യൽ പ്രവർത്തനം നടത്തുകയായിരുന്നു എന്നാണ് അവരുടെ വാദം. കടൽ പാതയിലെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് അവർ വ്യക്തമാക്കുമ്പോഴും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ കൂടുതൽ കടുപ്പമുള്ളതാണ്. സമുദ്ര സുരക്ഷയെ വെല്ലുവിളിക്കുന്നവരെ ശക്തമായി നേരിടുമെന്നും അനധികൃത നിയന്ത്രണങ്ങൾ അനുവദിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകിയത്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ സുരക്ഷാ പരിസരത്തിന്റെ ഭാഗമാണെന്നും അവിടെ വിദേശ സൈനിക ഇടപെടൽ അനുവദിക്കില്ല എന്നും അവർ ആവർത്തിക്കുന്നു. ഇറാൻ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ സഹ്റ ഖറാസ്ബി നിരീക്ഷിക്കുന്നത് പോലെ ഹോർമൂസിൽ ഹോളിവുഡ് ശൈലിയിലുള്ള തന്ത്രങ്ങൾ ഫലിക്കില്ല. യഥാർത്ഥ യുദ്ധതരംഗം സിനിമയിലെ പോലെ ലളിതമല്ല എന്നും ഇടുങ്ങിയ കടലിടുക്കുകളിൽ ഡ്രോണുകളും വേഗക്കപ്പലുകളും തീര മിസൈലുകളും വലിയ നാവികസേനയ്ക്ക് പോലും കടുത്ത വെല്ലുവിളിയാകുമെന്നും അവർ ഓർമ്മപ്പെടുത്തുന്നു. ഈ സംഘർഷത്തിൽ ചൈനയുടെ നിലപാടും നിർണായകമാണ്. ചൈനീസ് വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകുവാൻ അവർ തീരുമാനിച്ചാൽ ഇതൊരു അമേരിക്ക ചൈന സമുദ്ര മത്സരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഹോർമൂസിലെ അസ്ഥിരത ആഗോള വിപണിയിൽ ഇതിനകം തന്നെ പ്രതിഫലിച്ചു കഴിഞ്ഞു. എണ്ണവിലയിലെ അനിശ്ചിതത്വവും ചരക്ക് ഗതാഗത ചെലവിലെ വർധനയും ലോകമെമ്പാടുമുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. നയതന്ത്രം വഴിമാറി സമുദ്രത്തിൽ ഒരു ചെറിയ പിഴവ് പോലും സംഭവിച്ചാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഹോർമൂസിൽ നടന്ന ഈ വീഡിയോ ഏറ്റുമുട്ടൽ ഒരു വലിയ സംഘർഷത്തിന്റെ ട്രെയിലറാകാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ലോകത്തിന്റെ ഊർജ്ജതമനയിൽ വീണ്ടും പിരിമുറുക്കം പടരുമ്പോൾ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിമിഷത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്.